Hello guys, Assalamu alaikum, good morning. Hope you are doing well, get Ami here. എല്ലാവർക്കും സുഖമാണ് സന്തോഷമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ ഗ്രേറ്റ്. ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ മടിയെ എങ്ങനെയാണ് മാറ്റേണ്ടത്. നമ്മളൊക്കെ ജീവിതത്തിൽ നമ്മൾ ഓരോ വ്യക്തികൾക്കും മടികൾ ഉണ്ടാവലുണ്ട് അല്ലേ. അതായത് ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ഇന്ന് ചെയ്യുന്നില്ല, നാളത്തേക്ക് അത് മാറ്റി വെക്കുന്നു. ഏതൊരു സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു വന്ന സമയത്തും നമ്മൾ ഈ ഒരു പ്രശ്നം നമ്മൾ വല്ലാതെ നേരിടുകയാണല്ലേ. ഒരു ഉദാഹരണം പറഞ്ഞുതരാം. നിങ്ങളൊരു വർക്ക് ചെയ്യുന്നൊരു പ്ലേസിനാണെങ്കിൽ നമ്മൾക്ക് ഭയങ്കര രീതിയിൽ ആ ഒരു മടി ഫീലിങ്സ് ചെയ്യുന്നുണ്ടല്ലേ, നാളെ ചെയ്ത് തീർക്കാം എന്ന് നമ്മൾ പറയാറുണ്ടല്ലേ. മേ ബി നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിലേക്കാണ് നിങ്ങളത് ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ രാവിലെ ഒരു വർക്കിലേക്ക് നിങ്ങൾ ഇറങ്ങുന്ന സമയത്ത് ഭയങ്കര മടിയുണ്ടാവും. ഈ മടി എവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? രാവിലെ ബെഡിൽ നിന്ന് എഴുന്നേൽക്കുന്ന സമയത്താണ് ഈ മടി സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം നമ്മുടെ ജീവിതത്തിൽ മടി ഉണ്ടെങ്കിൽ നമ്മൾ ലൈഫിൽ എവിടെയെങ്കിലും എത്തോ? ഒരിക്കലും എത്തൂല. ജീവിതത്തിൽ വേണ്ടത് മാറ്റങ്ങളെയാണല്ലേ. നമ്മൾ ഓരോരുത്തരും പറയാറുണ്ട്, ഇന്ന് മാറും, മറ്റന്നാളെ മാറ്റങ്ങൾ വരും, അതിൻ്റെ അപ്പുറം മാറ്റങ്ങൾ വരും. മാറ്റങ്ങൾ വേണ്ടത് ഇന്ന് തന്നെയാണ് തുടക്കം കുറിക്കുന്നത്. നാളത്തേക്ക് ഒരിക്കലും മാറ്റം വരുത്താൻ പാടില്ല. ലൈഫിൽ നല്ല ചേഞ്ച് വേണം, ലൈഫിൽ നല്ല റിസൾട്ട് ആണെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മളെ ഉള്ളിൻ്റെ ഉള്ളിൽ പോളിഷ് ചെയ്യാറുണ്ട്. ദാറ്റ്സ് സെൽഫ് പോളിഷ്. സെൽഫിന് പോളിഷ് ചെയ്താൽ മാത്രമേ നമ്മളെ ലൈഫിൽ നമ്മൾക്ക് ഒരുപാട് റിസൾട്ടും ഒരുപാട് സക്സസ്സും നമ്മളെ ലൈഫിലുണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ ഒരു കാര്യത്തിൽ തന്നെ സ്റ്റക്കായി നിൽക്കുകയാണെങ്കിൽ അതിൽ നിന്ന് നമ്മൾ മാറ്റം വരുത്തേണ്ടതാണ്. ജീവിതം വേണ്ടത് മാറ്റങ്ങളെയാണ്, സെൽഫിൻ്റെ മാറ്റങ്ങളും തന്നെയാണ് വേണ്ടത്. നമ്മൾ ഒരേ ലെവൽസിൽ നിൽക്കാതെ നമ്മൾ വീണ്ടും 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 നമ്മളെ തന്നെ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കാം. ജീവിതത്തിൽ മാറ്റങ്ങളാണ് നമ്മൾക്ക് എല്ലായിടത്തും നമ്മൾ എത്തേണ്ടത്. അതുകൊണ്ട് എവിടെയും നമ്മൾ സ്റ്റക്കായി നിൽക്കാതെ മുന്നോട്ടേക്ക് ലക്ഷ്യങ്ങളുണ്ടോ ആ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടേയിരിക്കാം. ഓക്കെ, ഇറ്റ്സ് മീ ഗേറ്റ് ആമി ടോക്ക്. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത ടീം മെമ്പേഴ്സ് ആണെങ്കിൽ പെട്ടെന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. താങ്ക് യു, ബൈ.